യുദ്ധകാലത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇന്ത്യ രാജ്യത്തും ഉണ്ടായിരുന്ന കീഴ്വഴക്കം അത് തന്നെയാണ് ഈ കഴിഞ്ഞ കാലം വരെ. പുൽവാമയിൽ ഈ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി തീവ്രവാദികൾ നമ്മുടെ 44 CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയപ്പോഴാണ് ആദ്യമായിട്ട് അതിനൊരു മാറ്റം ഉണ്ടായത്. ഇത് ഇന്ത്യയുടെ ഭാഗത്ത് വലിയ സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായതുകൊണ്ടാണ് എന്നും അതിൽ സർക്കാർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നുള്ള ആരോപണം ചില പ്രതിപക്ഷ കക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉയർത്തി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടാണ് മറ്റ് ചില പാർട്ടികൾ അതിൻ്റെ വാലിൽ പിടിച്ച് ഈ രീതിയിലുള്ള ആരോപണം നടത്തിയത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ഇന്ത്യ ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയപ്പോൾ ആദ്യം അതിനെ പിന്തുണച്ച കോൺഗ്രസ് പാർട്ടി, പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി അടുത്ത ദിവസം ഇതിൽ സംശയം പ്രകടിപ്പിച്ചു, തെളിവ് ചോദിച്ചു. ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. സൈന്യം ഒരു സ്ഥലത്ത് പ്രത്യാക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നാട്ടു നടപ്പ്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ല. അദ്ദേഹം തെളിവ് ചോദിച്ചു. നിങ്ങൾ എന്ത് ഭാവിച്ച എന്റെ ഭഗവാനെ ഞാൻ മാത്രീന്നേ പോയി ചോദിക്കാനും പറയാൻ ഒരു തെണ്ടില്ലെന്ന് വിചാരിച്ചാ ചോദിക്കടാ. അതും കൂടാതെ അഭിനന്ദൻ വർദ്ധമാൻ എന്ന ഒരു വൈമാനികനെ പാകിസ്ഥാൻ തടവിലാക്കി. എവിടെ അഭിനന്ദൻ? അയാളെ വിട്ടുതരണം എന്നാവശ്യപ്പെട്ടു. മൂന്നാം ദിവസം ഈ അഭിനന്ദൻ വർദ്ധമാൻ തിരിച്ചു വന്നപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഒന്നും പറയാനില്ലാത്ത അവസ്ഥ. മാത്രമല്ല, തെളിവ് ചോദിച്ച കോൺഗ്രസിനോട് ആ വോട്ടർമാർ വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. ബാലറ്റ് ബോക്സിൽ കൂടി അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകി. അത് പ്രകാരമാണ് കോൺഗ്രസിന് വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും രാജ്യത്താകമാനം വലിയ തിരിച്ചടി ഉണ്ടായത്. BJPയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി തന്നെ തോക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ഈ 1 കൊണ്ടും 9 കൊണ്ടും പഠിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു വലിയ ഗുണം. ശരിയായ സമയത്ത് തെറ്റായ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ഈ പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചത്. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാൽ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പഹൽഗാമിൽ ആക്രമണം ഉണ്ടായപ്പോഴും കോൺഗ്രസ്സുകാർ ഇത് തന്നെ ആവർത്തിച്ചു. ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി, ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി എന്നാരോപിച്ചു. ഇൻ്റലിജൻസ് ഫെയിലിയർ അല്ലല്ലോ പ്രധാനം, പാകിസ്ഥാൻ നടത്തിയ പൈശാചികമായ ആക്രമണമാണ്. അത് മതം ചോദിച്ച് ആളുകളെ കൊല്ലുന്ന പോലെയുള്ള സംഭവം. അപ്പോൾ പാകിസ്ഥാൻ്റെ ആക്രമണം അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഈ ഗുണ്ടായുസത്തിനുപരിയായിട്ട് സർക്കാരിൻ്റെ സെക്യൂരിറ്റി ലാബ്സിനെ കുറ്റപ്പെടുത്തുന്ന നിരുത്തരവാദപരമായ പ്രവൃത്തിയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിയലി ഞാൻ കൊളവാക്കണ്ട. അത് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ ഈ ആരോപണം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ വൈകുന്നത് എന്നുള്ളതായിരുന്നു വേറൊരു ചോദ്യം. തിരിച്ചടിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു, രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു, സൈനിക മേധാവികൾ പറഞ്ഞു. ഇത് മാവുമ്മ മാങ്ങ പറിക്കുന്ന പോലെ അല്ലല്ലോ പ്രത്യാക്രമണം നടത്തുക. അതിനും മറ്റ് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിൽ ആക്രമണം നടത്തുന്നത് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടാണെങ്കിൽ അതനുസരിച്ച് തയ്യാറായിരിക്കാം. ഏതായാലും കൃത്യം 15-ാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചു. ഇത്തവണ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ തെളിവുകൾ പുറത്തു വിട്ടു. രാഹുൽ ഗാന്ധി വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിക്കില്ല. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ചെറ്റിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. തെളിവ് കാണാതെ പുള്ളി ഒന്നും വിശ്വസിക്കുകയില്ല. പുള്ളി ഒരു ഡൗട്ടിങ് തോമസ് ആണ്. ഏതായാലും തെളിവുണ്ടപ്പോൾ രാഹുൽ ഗാന്ധി വിശ്വസിച്ചു. പിന്നീട് അത് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ വഴിക്കുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്നു, ഇന്ത്യ തിരിച്ചടിക്കുന്നു. ആ തിരിച്ചടിയുടെ ദൃശ്യങ്ങളും ഈ സമീപ ദിവസം പുറത്തുവിട്ടിരുന്നു. പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ എങ്ങനെയാണ് ആക്രമിച്ചത്, എങ്ങനെയാണ് താറുമാറാക്കിയത്, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ എങ്ങനെയാണ് ഇന്ത്യ നിർവീര്യമാക്കിയത് എന്നുള്ളതിനൊക്കെ ഇപ്പം നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ തെളിവുകൾ ലഭ്യമാണ്. ആർക്കും ഒരു സംശയത്തിന് അവകാശമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ സംശയം തീരുന്നില്ല. ഈ പ്രത്യാക്രമണം നടത്തിയ ആദ്യത്തെ ദിവസം തന്നെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളെ നമ്മൾ ആക്രമിക്കുന്നില്ല, പാകിസ്ഥാൻ പൗരന്മാരെ ആക്രമിക്കുന്നില്ല, തീവ്രവാദികളുടെ ക്യാമ്പുകൾ മാത്രമാണ് ആക്രമിക്കുന്നത് എന്ന് ആ ദിവസം ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പോൾ അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് തീവ്രവാദികളുടെ ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത് എന്ന് വിദേശകാര്യമന്ത്രി പറയുന്നു എന്ന രീതിയിൽ അദ്ദേഹം ആരോപിക്കുകയാണ്. എന്ന് മാത്രമല്ല, പുള്ളി വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടമായി? ഈ നഷ്ടമായ വിമാനം രാഹുൽ ഗാന്ധിയുടെ തറവാട്ടിൽ നിന്ന് കാശ് കൊണ്ടുവന്ന് തിരിച്ച് ഇന്ത്യക്ക് രണ്ടാമത് വിമാനം മേടിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് വല്ല പ്ലാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ബക്കറ്റ് വിരിവ് നടത്തിയിട്ട് വ്യോമസേനയ്ക്ക് വിമാനം വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലും തെറ്റില്ല. പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ നിരുത്തരവാദപരമായ ഒരു ആരോപണം ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് ഒരു പ്രതിപക്ഷ കക്ഷിയും ഒരിക്കലും ചോദിച്ചിട്ടില്ല. 1962 ഈ കമ്പിളി വസ്ത്രങ്ങൾ പോലും ഇല്ലാതെയാണ് ഇന്ത്യയുടെ സൈനികർ ഹിമാലയത്തിൽ പോയി യുദ്ധം ചെയ്ത് ഈ ചൈനയോട് വലിയ പരാജയം ഏറ്റുവാങ്ങിയത്.
കാരണം ജവഹർലാൽ നെഹ്റു ലോകം മുഴുവൻ സമാധാനം പ്രഖ്യാപിച്ച് പ്രസംഗിച്ച് നടക്കുകയായിരുന്നു. സൈന്യത്തെ സജ്ജമാക്കി നിർത്തിയില്ല. ഇത്ര വലിയൊരു ആക്രമണം ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ദോഷം പറയുന്നല്ലോ. പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യൻ സൈന്യം വിരിമാറല്ല വിരിമുതുക് കാണിച്ചു. ജീവനും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. നമ്മളിപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് വിളിക്കുന്ന, അന്ന് നേഫ എന്ന് വിളിച്ചിരുന്ന സ്ഥലത്താണ് ആക്രമണം ഉണ്ടായത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ബന്ധുവായിരുന്നു അന്ന് ഈസ്റ്റേൺ കമാൻഡൻറ്റിൻ്റെ നായകൻ BM കൗൾ, ലഫ്റ്റനൻറ്റ് ജനറൽ BM കൗൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രം നമുക്കുണ്ട്. 65-ലെ യുദ്ധത്തിനും ഇന്ത്യ പൂർണ്ണമായിട്ട് സജ്ജമായിരുന്നില്ല. പക്ഷേ നമ്മൾ അതിശക്തമായിട്ട് തിരിച്ചടിച്ചു. പാകിസ്ഥാന് സാബർ ജെറ്റുകളുണ്ടായിരുന്നു, നമുക്ക് കാലഹരണപ്പെട്ട വാമ്പയറും നാറ്റുമേ ഉണ്ടായിരുന്നു. അത് വെച്ച് തിരിച്ചടിച്ചു. പാകിസ്ഥാന് പാറ്റൻ ടാങ്കുകളുണ്ടായിരുന്നു, അമേരിക്ക കൊടുത്ത പുത്തൻ പാറ്റൻ ടാങ്കുകൾ. ഇന്ത്യക്ക് ഷെർമാനും സെഞ്ചുറിയനും പോലുള്ള ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോയ പഴയ ചരക്കുകൾ മാത്രം ഉണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ യുദ്ധം ചെയ്തു, ശക്തമായിട്ട് യുദ്ധം ചെയ്തു, തിരിച്ചടിച്ചു. പാകിസ്ഥാൻ്റെ ആക്രമണത്തെ തടഞ്ഞു നിർത്തി. 1971 നമ്മൾ പൂർണ്ണമായിട്ട് സജ്ജരായിട്ടാണ് യുദ്ധത്തിന് പോയത്. അന്ന് വലിയ ആൾനാശം ഉണ്ടായി, ഒഴിവാക്കാവുന്നതിൽ കൂടുതൽ ആൾനാശം ഉണ്ടായി. പക്ഷേ ഒരു പ്രതിപക്ഷ കക്ഷിയും അതിൻ്റെ കണക്ക് ചോദിച്ചില്ല. ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു, അതിൽ നാറ്റ് എത്ര, വാമ്പയർ എത്ര, ബിഗ് എത്ര എന്ന് ആരും ചോദിച്ചില്ല. മൊറാർജിക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, വാജ്പേയിക്ക് ചോദിക്കാമായിരുന്നു, ഫെർണാണ്ടസിന് ചോദിക്കാമായിരുന്നു, ജ്യോതിർമയി ബസുവിനോ AKജിക്കോ ചോദിക്കാമായിരുന്നു. ഒരു പാർട്ടിയും ചോദിച്ചില്ല. കാരണം ദേശീയ ഐക്യത്തിൻ്റെ മുഹൂർത്തമാണ്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ആ സമയത്ത് നമ്മൾ ചോദിക്കാൻ പാടില്ല, അത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ പാടില്ല. ഇത് വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് കാർഗിലിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായത്. കാർഗിലിലെ അവസാനത്തെ പാകിസ്ഥാൻകാരനെ വരെ തുരത്തിയതിന് ശേഷമാണ് യുദ്ധം നിർത്തിയത്. അപ്പോഴും നമുക്ക് വലിയ ആൾനാശം ഉണ്ടായി. കാരണം പാകിസ്ഥാൻ ഉയർന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവർ മലമുകളിൽ നിന്നിട്ട് താഴെ നിൽക്കുന്ന ഇന്ത്യൻ സൈനികരെ വെടിവെക്കുകയാണ്. വളരെ ദുഷ്കരമായ യുദ്ധമായിരുന്നു. ഒരുപാട് ആൾനാശം ഉണ്ടായി, ഒരുപാട് സ്വത്ത് നാശം ഉണ്ടായി. ഇന്ത്യയുടെ വിമാനങ്ങൾ അവർ വെടിവെച്ച് വീഴ്ച്ചു. അന്ന് സോണിയാഗാന്ധി ചോദിച്ചില്ല ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു, എത്ര ആൾനാശം ഉണ്ടായി. ആൾനാശം കുറയ്ക്കാൻ സർക്കാർ വല്ലതും ചെയ്തു. എന്തുകൊണ്ട് നുഴഞ്ഞുകയറ്റം കണ്ടുപിടിക്കുന്നതിൽ സർക്കാരിന് പരാജയം ഉണ്ടായി എന്നാരും ചോദിച്ചില്ല, ഒരു പാർട്ടിയും ചോദിച്ചില്ല. സോണിയാഗാന്ധി മാത്രമല്ല, വേറെയും നേതാക്കന്മാർ കോൺഗ്രസിനുണ്ടായിരുന്നുള്ളൂ. AK ആന്റണി ചോദിച്ചില്ല, അല്ലെങ്കിൽ അന്നത്തെ ഒരു നേതാവും ചോദിച്ചില്ല. ശരത് പവാർ ചോദിച്ചില്ല, മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ് ചോദിച്ചില്ല, VP സിംഗ് ചോദിച്ചില്ല. കാരണം അത് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രാഥമികമാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ പുൽവാമ ആക്രമണം ഉണ്ടായതിനു ശേഷം, ഇപ്പോൾ നമ്മൾ പെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഈ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാൻ ആഗ്രഹമുള്ളൊരു കൂട്ടർ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രം. അവർ പോലും ചോദിക്കാൻ ധൈര്യപ്പെടുന്നില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഒരു പക്ഷേ സംഘടനയെ നിരോധിക്കുന്ന നേതാക്കന്മാരെ ജയിലിലടക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിം മജ്ലിസിൻ്റെ നേതാവ് OIC ഇന്ത്യ ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, പാണക്കാട് തങ്ങളടക്കമുള്ള ആളുകൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ, അവർ ചോദിക്കുന്നില്ല, ചോദിക്കുകയില്ല. കാരണം അവർക്കറിയാം ഇത് ചോദിക്കേണ്ട സമയമല്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചോദിക്കുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുന്നില്ല. അതുപോലെ ഇന്ത്യൻ ഡെലിഗേഷൻ വിദേശത്തേക്ക് അയക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സൽമാൻ ഖുർഷിദിനും ശശി തരൂരിനും ഒക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരെ ആരെയും വിടാൻ കോൺഗ്രസ് തയ്യാറില്ല. കോൺഗ്രസിൻ്റെ ചില ഏഴാംകൂലി സ്പീഡുകളെ മാത്രമേ അയക്കാൻ പറ്റുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഞാൻ പോകുന്നു. ബൈ.